ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഏതൊരു സ്രോതസ്സിൽ നിന്ന് നമുക്ക് കിട്ടിയോ അതേ സ്രോതസ്സിൽ നിന്ന് കിട്ടിയത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്ന് ഉറപ്പുള്ള ഹദീസുകളെല്ലാം തന്നെ രണ്ടും പ്രമാണങ്ങളാണ് എന്ന് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. മാത്രമല്ല ഹദീസുകൾ കൂടാതെ വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുവാൻ സാധ്യമേയല്ല. ഒരാൾ വിചാരിക്കുകയാണ് എനിക്ക് ഖുർആൻ മതി, ഞാൻ ഖുർആൻ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ, ഞാൻ ഹദീസുകൾ സ്വീകരിക്കുകയില്ല എന്നൊരാൾ പറഞ്ഞാൽ അയാൾ ഖുർആനിനെ തന്നെ നിഷേധിക്കുന്നവനാണ്. ഒരു സംശയവും ആ വിഷയത്തിലില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത ഖുർആനിൽ തന്നെയാണ് പറയുന്നത്. പ്രവാചകൻ ജനങ്ങൾക്ക് കിതാബും പഠിപ്പിക്കുന്നുണ്ട്, ഹിക്മത്തും പഠിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ ലളിതമായി ചിന്തിക്കുന്ന ഒരു ബുദ്ധിക്ക് പോലും വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് കിതാബല്ലാത്ത വേറെ എന്തോ വഹീകളുണ്ട്, അതാണ് അൽ ഹിക്മ. അതാർക്കും മനസ്സിലാകും. മാത്രമല്ല താങ്കൾക്ക് ഈ ഖുർആൻ നാം അവതരിപ്പിച്ച് തന്നത് നീ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ ആ വിവരണം ഖുർആനിലല്ല ഉള്ളത്, അതിന്റെ പുറത്താണുള്ളത്. അതും മനസ്സിലാക്കാൻ അമിത ബുദ്ധിയോ അധിക ബുദ്ധിയോ ഒന്നും ആവശ്യമില്ല, വളരെ കൃത്യമായി മനസ്സിലാകും. ഇനി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു ഇബാദത്തുകളാവട്ടെ ഏതാണ് ഹദീസുകളിലൂടെ അല്ലാതെ നമുക്ക് പൂർണ്ണമായി മനസ്സിലായത്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വഅഖീമുസ്സലാഹ വആതുസ് സകാഹ വഅതിയുല്ലാഹ വഅതിയുർ റസൂല ലഅല്ലകും തുർഹമൂൻ. നിങ്ങൾ നമസ്കാരം നിലനിർത്തണേ, നിങ്ങൾ സക്കാത്ത് കൊടുക്കണേ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അഥവാ റസൂലിനെ നിങ്ങൾ അനുസരിക്കണേ, നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ കാരുണ്യം ലഭിക്കാൻ നിങ്ങൾ നിസ്കരിക്കണം, സക്കാത്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു എന്നതല്ലാതെ എത്ര വഖത്താണ് നിസ്കരിക്കേണ്ടത് ഖുർആനിലില്ല. എത്ര റക്അത്തുകളാണ് ഓരോ വഖത്തിലും നിർവഹിക്കേണ്ടത് ഖുർആനിലില്ല. എങ്ങനെയാണ് റുകൂഅ് ചെയ്യേണ്ടത് ഖുർആനിലില്ല. എങ്ങനെ സുജൂദ് ചെയ്യണം, എങ്ങനെ തശഹ്ഹുദ് നിർവഹിക്കണം എന്ന് ഖുർആനിലില്ല. മറിച്ചതിന്റെ രൂപങ്ങളും നിസ്കാരത്തിൽ ചൊല്ലേണ്ട ദിക്റുകളും നിസ്കാരത്തിലെ റക്അത്തുകളുടെ സമയങ്ങളും എണ്ണങ്ങളും അതിന്റെ രൂപഭാവങ്ങളും എല്ലാം നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നത് ഹദീസുകളിലൂടെ മാത്രമാണ്. ഖുർആനിൽ കാണാൻ സാധ്യമല്ല. ഒരാൾ പറയാണ് ഞാൻ ഖുർആൻ മാത്രമേ അംഗീകരിക്കൂ എന്ന് പറഞ്ഞാൽ അവൻ നിഷേധിയാണ്, അവന് നിസ്കരിക്കാനും കഴിയില്ല. കാരണം ഖുർആനിൽ എവിടെയാ ഇത്ര വിശദമായി പറഞ്ഞത്? ഇനി സക്കാത്ത് കൊടുക്കണം എന്ന് അല്ലാഹു തആല പറഞ്ഞു. എവിടെയാ സക്കാത്തിന്റെ കൃത്യവിവരങ്ങളുള്ളത്? ഓരോ വസ്തുക്കൾക്കും ഇത്ര ശതമാനം സക്കാത്ത് കൊടുക്കണം, ഏതിനൊക്കെ സക്കാത്തുണ്ട് ഏതിനൊക്കെ ഇല്ല, എവിടെയാ വന്നത്? ഹദീസുകളിലാണ് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് വിവരിച്ചു തന്നത്. ഹജ്ജിന്റെ നിയമങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ വിടവാങ്ങൽ ഹജ്ജിൽ ഇങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് സ്വഹാബിമാർക്ക്. എല്ലാവരും കാണുകയെ അവിടുന്ന് ഹജ്ജിന് നേതൃത്വം കൊടുത്ത് ഹജ്ജിന്റെ അനുഷ്ഠാന മുറകളൊക്കെ നിർവഹിച്ചതിന്റെ ശേഷം സ്വഹാബിമാരോട് പറഞ്ഞു ഖുദു അന്നി മനാസികകും, നിങ്ങളുടെ അനുഷ്ഠാന മുറകൾ ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ എങ്ങനെ നിങ്ങൾ ഹജ്ജ് നിർവഹിക്കണമെന്ന് എന്നിൽ നിന്ന് പഠിക്കുക. അത് ഖുർആനിലില്ല, അത് ഖുർആനിൽ കാണാൻ സാധ്യമല്ല. നോമ്പിന്റെ വിശദ നിയമങ്ങൾ വിശുദ്ധ ഖുർആനിലില്ല. ഇസ്ലാമിന്റെ നിക്കാഹ്, അതുപോലെ തന്നെ അനന്തരാവകാശം, കുടുംബജീവിതം, വിവാഹമോചനം, എല്ലാ വിഷയങ്ങളിലും വിശദ വിവരങ്ങൾ ഉള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിലാണ്. അതുകൊണ്ട് ഹദീസുകൾ സ്വീകരിക്കാതെ വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുവാൻ സാധ്യമേ അല്ല. എന്നാൽ ഇത്രയും പ്രാധാന്യമുള്ള ഈ ഹദീസുകളെ സംബന്ധിച്ച് ഇത് നിഷേധിക്കുന്ന ആളുകൾ രംഗത്ത് വരും. അവർ ചില പ്രമാണി വർഗമായിരിക്കും. ഇഷ്ടം പോലെ തിന്ന് കുടിച്ച് മതിക്കുന്ന അത്തരത്തിലുള്ള ചില സുഖിയന്മാർ അവസാന കാലഘട്ടത്തിൽ വന്നിട്ട് പറയും ഖുർആനിലുള്ളതുണ്ടെങ്കിൽ പറഞ്ഞോളൂ, അത് ഞങ്ങൾ സ്വീകരിക്കാം, ഹദീസോ അതൊന്നും ഇവിടെ പറയേണ്ട, അതങ്ങ് തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞേക്ക് എന്ന് പറയുന്നൊരു കാലഘട്ടം വരുമെന്ന് ആ ആശയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയാണ്. അലാ വ ഇന്നി ഊതീതുൽ കിതാബ വമിസ്ലഹു മഅഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ ആദ്യം സൂചിപ്പിച്ച കാര്യം ജനങ്ങളെ അറിയണേ, നിങ്ങൾ എനിക്ക് അൽ കിതാബ് നൽകപ്പെട്ടിരിക്കുന്നു, അഥവാ പരിശുദ്ധ ഖുർആൻ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. വമിസ്ലഹു മഅഹു, അതിന്റെ കൂടെ അതുപോലെയും അത്രയും എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്.
തുടർന്നുകൊണ്ട് പറയുന്ന വാചകം ശ്രദ്ധിക്കുക. അവിടുത്തെ പ്രവചനം ലോകത്തുനിന്ന് പുലർന്നിരിക്കുകയാണ്. അലാ, നിങ്ങൾ അറിയണേ, യൂഷിക്കു റജുലുൻ ശബ്ആനുൻ അലാ അരീകതിഹി, ഒരു കാലഘട്ടം വരുമ്പോ ചില ആളുകൾ അവന്റെ സോഫാ സെറ്റിൽ ഇങ്ങനെ നിറഞ്ഞ വയറുമായി അവനിങ്ങനെ സുഖിച്ചവന്റെ സോഫയിൽ ഇങ്ങനെ ചാരിക്കിടന്നിട്ട് അവനിങ്ങനെ പറയും, അലൈക്കും ബിഹാദൽ ഖുർആൻ, ഈ ഖുർആൻ നിങ്ങൾ മുറുകെ പിടിച്ചോ, ഖുർആനെ വേണ്ടതുള്ളൂ. ഫമാ വജത്തും ഫീഹി മിൻ ഹലാലിൻ ഫഅഹില്ലൂ, ഈ ഖുർആനിൽ കാണുന്ന ഹലാലുകളൊക്കെ നിങ്ങൾ ഹലാലായി കണ്ടോളൂ. വമാ വജത്തും ഫീഹി മിൻ ഹറാമിൻ ഫഹരിമൂ, ഈ ഖുർആനിൽ കണ്ട ഹറാമേ ഹറാമുള്ളൂ, അത് നിങ്ങൾ ഹറാമായും കണ്ടോളൂ. അതല്ലാത്തതൊന്നും നിങ്ങൾ ഹലാല് ഹറാമായി പഠിക്കണ്ട, ഇത് മാത്രമേ വേണ്ടൂ എന്ന് നിറഞ്ഞ വയറുമായി ചില സുഖിയന്മാര് പിൽക്കാലത്ത് പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്നു. അറിയണേ ജനങ്ങളെ, വഇന്ന മാ ഹറമ റസൂലുള്ളാഹി കമാ ഹറമല്ലാഹ്, നമ്മൾ പഠിക്കേണ്ട വിഷയം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം നിഷിദ്ധമാക്കിയിട്ടുണ്ടെങ്കിൽ അത് കമാ ഹറമല്ലാഹ്, അല്ലാഹ് ഹറാമാക്കിയതുപോലെ തന്നെയാണ്. അള്ളാന്റെ റസൂൽ ഒരു കാര്യം സ്വന്തം ഇഷ്ടപ്രകാരം ഹറാമാക്കൂല. സ്വന്തം ഇഷ്ടപ്രകാരം അള്ളാന്റെ റസൂൽ ഒരു കാര്യം ഹറാമാക്കൂല. അത് അള്ളാഹ് പറഞ്ഞു കൊടുത്തിട്ടാണ് അത് ഹറാമാക്കുന്നത്. അതുകൊണ്ട് രണ്ടിനും ഒരേ സ്ഥാനമാണ്, ഒരേ മഹത്വമാണ്. അതുകൊണ്ട് ഖുർആൻ ഞങ്ങൾ സ്വീകരിക്കൂല, ഖുർആനിൽ ആയത്തുണ്ടെങ്കിൽ ഓതിന് ഹദീസ് ഇവിടെ പറയേണ്ട എന്ന് പറയുന്ന തനിച്ച ഹദീസ് നിഷേധികൾ, പൂർണ്ണമായും ഹദീസുകളോട് അലർജി ഉള്ളവർ, ഹദീസുകളെ പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്നവർ, ബഹുമാനമില്ലാതെ സംസാരിക്കുന്നവർ ഒരു വശത്ത്, അവർ കാഫിറുകളാണെന്ന വിഷയത്തിൽ തർക്കമേ ഇല്ല. അതോടൊപ്പം മതയുക്തിവാദികളായ ചിലരുമുണ്ട്. അവർ ഹദീസിനെ പേരില്ലവരും അംഗീകരിക്കുന്നുണ്ട്, ഹദീസുകൾ പ്രമാണമാണെന്നവരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ചില വിഷയങ്ങൾ അവരുടെ ആദർശങ്ങളോട് പൊരുത്തപ്പെടാതെ കാണുമ്പോ ആ ഹദീസ് ഞങ്ങൾ സ്വീകരിക്കൂല, അത് ഞങ്ങൾ അംഗീകരിക്കൂല, അത് ഞങ്ങളുടെ ബുദ്ധിക്ക് നിരക്കുന്നതല്ല, അത് ഈ കാലഘട്ടത്തിലെ ജനങ്ങളോട് തുറന്നു പറയാനൊക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാഗികമായി ചില ഹദീസുകളെ പുച്ഛിക്കുന്ന, ചില ഹദീസുകളെ പരിഹസിക്കുന്ന, ചിലതിനോട് നിഷേധാത്മകമായ നയം സ്വീകരിക്കുന്ന ആളുകളുമുണ്ട്. രണ്ടും തെറ്റ് തന്നെ. ഒന്ന് വലിയ ഗൗരവമാണ്, മറ്റേതും ആ ഗൗരവത്തിലേക്ക് അഥവാ കുഫറിലേക്ക് മനുഷ്യനെ താരതമ്യേന ചെന്നെത്തിക്കും. കാരണം എന്താണ്? ലോകത്തെ ഹദീസുകളെ വേണ്ട എന്ന് പറയുന്ന പരിപൂർണ ഹദീസ് നിഷേധികൾ ഒരു പ്രഭാതത്തിൽ പെട്ടെന്നുണ്ടായവരല്ലെന്ന് ചരിത്രം നമ്മൾ അറിയണം. പൂർണ്ണമായും ഹദീസുകളെ നിഷേധിക്കുന്ന ആളുകൾ പൂർണ്ണ നിഷേധത്തിലേക്ക് എത്തിയത് ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ അല്ലെന്ന് മനസ്സിലാക്കണം. അവരതിലേക്ക് കാലെടുത്ത് വെക്കാൻ ചില കാരണങ്ങൾ തുടക്കത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെയാണ്? ഭാഗികമായി ഒറ്റപ്പെട്ട ചില ഹദീസുകളെ ആദ്യം നിഷേധിച്ചു. അപ്പൊ അവർക്ക് ഹദീസുകളോടുള്ള ബഹുമാനം അങ്ങ് മനസ്സിൽ നിന്ന് പോയി. പിന്നെ ആകമുങ്ങി ആ കുളിരില്ല എന്ന് പറയുന്നത് പോലെ പിന്നെ കുറച്ചങ്ങ് കഴിഞ്ഞപ്പോ പതുക്കെ പൂർണ്ണ നിഷേധവും അവർക്ക് ഒരു പ്രയാസവുമല്ലാതെയായി. അവസാനം പിന്നെ ഖുർആനും വേണ്ട, അതും ഞങ്ങൾ അംഗീകരിക്കില്ലെന്ന് പറയുന്ന ആ ദുരന്തത്തിലേക്കും അത്തരക്കാർ വഴുതി വീണിട്ടുണ്ട്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഡ്യൂട്ടി ഈ ഖുർആൻ നമുക്ക് ഓതിത്തരൽ മാത്രമായിരുന്നില്ല, അത് വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അതുകൊണ്ട് നബിതങ്ങളോട് നമ്മുടെ ഡ്യൂട്ടി എന്താണ്? നബിതങ്ങളോടുള്ള നമ്മുടെ കടമ എന്താണ്? ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ ലിതുഅ്മിനൂ ബില്ലാഹി വറസൂലിഹി വതുഅസ്സിറൂഹു വതുവഖിറൂഹു. സൂറത്തുൽ ഫത്ഹിൽ അതാവും 8ഉം 9ഉം ആയത്തുകൾ. നബിയെ, താങ്കളെ നാം അയച്ചിട്ടുള്ളത് ഷാഹിദൻ, ഈ ഉമ്മത്തിന് എല്ലാ കാര്യങ്ങളും എത്തിച്ചു കൊടുത്തു എന്നുള്ളതിന് സാക്ഷിയാണ് താങ്കൾ. അതുപോലെ തന്നെ മുബശ്ശിറ, സൽക്കർമ്മം ചെയ്ത് ജീവിക്കുന്നവർക്ക് സ്വർഗമുണ്ടെന്ന സുവിശേഷകനാണ് താങ്കൾ. വനദീറ, തെറ്റ് ചെയ്യുന്നവർക്ക് നരകമുണ്ടെന്ന താക്കീതുകാരനുമാകുന്നു താങ്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു തആല അറിയിച്ചതാ. എന്നിട്ട് എന്തിന്? ലിതുഅ്മിനൂ ബില്ലാഹി വറസൂലിഹി,
നമ്മുടെ കടമ എന്താണ്? അല്ലാഹുവിൽ ശരിക്ക് വിശ്വസിക്കാൻ വേണ്ടി റസൂലിലും വിശ്വസിക്കണം. വതുഅസ്സിറൂഹു, റസൂലുള്ളാഹിനെ ബഹുമാനിക്കണം. റസൂലുള്ളാഹിനോട് വലിയ ആദരവ് വേണം. റസൂലുള്ളാഹിനോട് മനസ്സിൽ വലിയ ബഹുമാനം വേണം. വതുവഖിറൂഹു, അതേ തഅ്സീറും തൗഖീറും ഒക്കെ വേണം. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള ബഹുമാനവും ആദരവും എങ്ങനെ? അത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാര് പറഞ്ഞു, തഅ്ളീമു അഹാദീസിഹി ശരീഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളോട് ബഹുമാനം കാണിക്കണം. റസൂലുള്ളാഹിനോടുള്ള ബഹുമാനത്തിന്റെ ഭാഗമാണ് അവിടുത്തെ ഹദീസുകളോട് ബഹുമാനം കാണിക്കണം. ഹദീസുകളെ ബഹുമാനിക്കണം, അതിനെ മഹത്വപ്പെടുത്തണം. വല്ലമലു ബിമാ ഫീഹാ, ഹദീസുകളിൽ വന്നിട്ടുള്ള നിർദ്ദേശങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രയോഗവൽക്കരിക്കണം. അത് അല്ലാഹുവിന്റെ ഓർഡറാണ്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ, റസൂൽ നിങ്ങൾക്ക് എന്തൊന്നു കൊണ്ടുവന്നു തന്നുവോ അത് നിങ്ങൾ സ്വീകരിച്ചോളണം. വമാ നഹാകും അൻഹു, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളോടെന്ത് വിരോധിച്ചുവോ ഫൻതഹൂ, നിങ്ങളും അതിൽ നിന്ന് വിട്ടു നിൽക്കണം. ഇത് വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള വിശ്വാസികളുടെ അദബും മര്യാദയുമാണ് പഠിപ്പിച്ചത്. ജീവിതത്തിന്റെ എ മുതൽ സെഡ് വരെയുള്ള കാര്യങ്ങളിൽ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട ഉത്തമമായ മാതൃകയുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി എന്ന് പറഞ്ഞിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ മക്കയിലുണ്ടായിരുന്നു, നല്ല ആളായിരുന്നു എന്ന് പറയല് മാത്രമല്ല, അവിടുന്ന് കൊണ്ടുവന്നതൊക്കെ ഒരു മനസാക്ഷിക്കുത്തൂല്ലാതെ വിനയത്തോടെ പൂർണ്ണമായും സത്യാന്ന് വിശ്വസിക്കണം. അതാ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നുണ്ടോ എങ്കിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു എന്ന് ഉറപ്പുള്ള ഒരു വാചകത്തോട് പോലും പരിഹാസമോ പുച്ഛമോ തോന്നിയാൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തേക്കുള്ള കവാടം തുറക്കലാണ്. വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കുക. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വിജയിക്കണോ, സ്വർഗം നേടണോ, എന്താ അതിനുള്ള മാർഗം? അല്ലാഹു വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചിരുന്നു. സൂറത്തുൽ അഅറാഫിലെ 157-ാമത്തെ ആയത്തിൽ, ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആര് മാത്രമാണ് വിജയികൾ? ശരിക്കടിവരയിട്ട് മനസ്സിലാക്കി വെക്കുക നമ്മളെല്ലാവരും. ഫല്ലദീന ആമനൂ ബിഹി, ആ റസൂലുള്ളാഹിൽ വിശ്വസിച്ചവരാരോ, വഅസ്സറൂഹു, ആ റസൂലുള്ളാഹിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തവരാരോ, വനസറൂഹു, ആ റസൂലുള്ള കൊണ്ടുവന്ന ആദർശത്തെ സഹായിച്ചുകൊണ്ട് അവിടുന്ന് പഠിപ്പിച്ച മുഴുവൻ ആദർശങ്ങളോടും കൂറ് പുലർത്തിക്കൊണ്ട് അതിന്റെ പ്രചാരകരായി ജീവിച്ചുകൊണ്ട് അവിടുത്തെ ആര് സഹായിക്കുന്നുവോ, വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു, ആ നബി തങ്ങളുടെ കൂടെ അല്ലാഹു അവതരിപ്പിച്ചു തന്നതിനെ മുഴുവനും പിൻപറ്റിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നവരാരോ, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാണ് വിജയം വരിച്ച കക്ഷികൾ. അല്ലാത്തവർ പരാജയപ്പെടും എന്ന് വളരെ ഗൗരവത്തോടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ചുരുക്കി നമ്മൾ മനസ്സിലാക്കുക, വലിയ വിഷയാണ്. എന്താണെന്നറിയോ? വിശുദ്ധ ഖുർആൻ പോലെ നമുക്ക് പ്രമാണമാണ് ഹദീസുകളും. ഖുർആനിനോട് ബഹുമാനുണ്ട്, ഹദീസ് ഞാനാണ് തള്ളും, അത് ആര് പറഞ്ഞിട്ടും കാര്യമല്ല എന്ന ഒരു നയം ആരെങ്കിലും പറഞ്ഞ മാത്രമല്ല, ചില ആളുകൾക്ക് ഒരു ധാരണയുണ്ട്, ഖുർആനിന് വിരുദ്ധമായ ഹദീസ് ആയതുകൊണ്ടാണ് ഞങ്ങൾ അംഗീകരിക്കാത്തത്. ഖുർആനിന് വിരുദ്ധമായ ഒരു സ്വഹീഹായ ഹദീസ് ഉണ്ടാവില്ല. കാരണം രണ്ടും ഒരു സ്ഥലത്തുനിന്നാണ് വരുന്നത്. പിന്നെ ഇങ്ങനെ ഇത് മറ്റേത് വേറൊരു സ്ഥലത്തുനിന്നാണെങ്കിലല്ലേ ഇതിൽ വൈരുദ്ധ്യം ഉണ്ടാവുക. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞൊരു കാര്യത്തിന് ഘടകവിരുദ്ധമായ സ്വഹീഹായ ഹദീസ് ഉണ്ടാവില്ല. പിന്നെ കള്ള ഹദീസുകള്, ദുർബല ഹദീസുകളൊക്കെ ഉണ്ടാവും. അത് പിന്നെ മനുഷ്യന് സ്വീകരിക്കാണ്ട ഒരു ഉത്തരവാദിത്വവും ഇല്ലതാനും. അതുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ആ രൂപത്തിൽ തന്നെ വിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും ആദരിക്കുന്ന, കണക്കിലെടുക്കുന്ന, ബഹുമാനിക്കുന്ന ആ ഒരു
സമൂഹത്തിന് മാത്രമേ പരലോകത്ത് സുരക്ഷിതത്വം ഉണ്ടാവുകയുള്ളൂ എന്ന് ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കുകയും വിശുദ്ധ ഖുർആനിനെ പഠിക്കുന്നതോടൊപ്പം അത് മനസ്സിലാക്കുവാൻ ആവശ്യമായ നിലക്ക് ഹദീസുകളെയും നന്നായി നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും പ്രയോഗവൽക്കരിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാൻ, നേരിന്റെ പാതയിൽ അടിയുറച്ചു മുന്നേറുവാൻ സർവ്വ തൗഫീഖും നമുക്ക് ഓരോരുത്തർക്കും നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.